ആശയപരമോ പ്രായോഗികപരമായ വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിക്കുക. പക്ഷേ സത്യസന്ധമാവുക. ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലഘട്ടത്തിലും സാമുദായിക ധ്രുവീകരണം ഈ രാജ്യത്ത് ശക്തിപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം അരുതെന്ന് പറഞ്ഞ് കൈക്ക് പിടിക്കാൻ മുന്നും പിന്നും നോക്കാതെ സൗഹൃദത്തിന്റെയും സമവായത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഗുണപാഠങ്ങൾ രാജ്യത്ത് ജീവിതം കൊണ്ട് പകർന്നാടിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തി ധ്രുവീകരണ പ്രക്രിയ കാക്കം കൂട്ടുന്നവർ അല്പം കഴിഞ്ഞാൽ വിരല് കടിക്കേണ്ട ഒരവസ്ഥ വരും. ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ സ്വന്തം തട്ടകങ്ങൾ ഒലിച്ചുപോയി സ്വന്തം പാർട്ടി ബോർഡുകളിൽ പോലും ഫാസിസത്തിന്റെ കൊടിയടയാളങ്ങൾ വിരിയാൻ 24 മണിക്കൂർ തികച്ചു വേണ്ടാത്ത ചരിത്രം ബംഗാളും ത്രിപുരയും നമുക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നന്വേഷിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ വ്യാപ്തി നമുക്ക് ബോധ്യമാവുന്നത്. ഇസ്ലാമിൻ്റെ ഉള്ളടക്കം എത്രമേൽ ആശയസമ്പുഷ്ടമാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്നത്. ഇസ്ലാം നമുക്കറിയാവുന്നതുപോലെ ജഗന്യന്താവ് ലോകത്തിന് നൽകിയ ഒരു ജീവിത ദർശനത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. അല്ലാഹു നിങ്ങളെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, നിങ്ങൾക്ക് സന്തുലിതവും സൗന്ദര്യവുമുള്ള ഒരു ജീവിത വ്യവസ്ഥ, ജീവിത സംവിധാനം, ആവാസ വ്യവസ്ഥ സംവിധാനിച്ചു വന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങൾ, സമുദ്രത്തിന്റെ ആഴത്തിൽ ഊളിയിട്ട് ജീവിക്കുന്ന മത്സ്യങ്ങൾ, നമ്മുടെ ഒരു മഴ പെയ്താൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്നിങ്ങനെ ഉറവ് പൊട്ടി പോലെ വരുന്ന സൂക്ഷ്മങ്ങളായ ജീവജാലങ്ങൾ വരെ എല്ലാ ജീവജാലങ്ങൾക്കും സന്തുലിതവും സമഗ്രവുമായ ഒരാവാസ വ്യവസ്ഥ ഉണ്ടാക്കി. അത് ജഗന്യന്താവ് ഈ ഭൂമിയുടെ സന്തുലിതത്വം നിലനിർത്താൻ സംവിധാനിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ യുമീതുക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജഗന്യന്താവ് ലോകത്തിന്റെ സംവിധാനങ്ങളെ സംവിധാനിച്ചതെല്ലാം സന്തുലിതവും സമഗ്രവുമായ ഒരാശയത്തിൽ നിന്നുകൊണ്ടാണ്. അതുപോലെ ലോകത്തിന് മുഴുവൻ, ലോകത്തെ പ്രാപഞ്ചിക വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ എങ്ങനെയാണ് ജഗന്യന്താവ് നിലനിർത്തുന്നതിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥക്കുള്ള പങ്ക് എത്ര വലുതാണ് എന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുതാര്യവും വ്യക്തതയുമുള്ള ഒരു ദർശനമായിട്ടാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. ജഗന്യന്താവ് ഈ ലോകത്ത് എല്ലാത്തിനും കൃത്യമായി ഉത്തരമുള്ള, അതുപോലെ തന്നെ പരിഹാരങ്ങളുള്ള ഒരു ദർശനം നമ്മുടെ മുന്നിൽ തുറന്നു വച്ചിരിക്കുകയാണ്. അതിന് മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ച്, മനുഷ്യന്റെ ദൗത്യത്തെക്കുറിച്ച്, മനുഷ്യന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, മനുഷ്യന്റെ കർമ്മങ്ങളെക്കുറിച്ച്, മനുഷ്യൻ ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാം വ്യക്തമായ കാഴ്ചപ്പാടുള്ളൂ എന്നതാണ്. ലോകത്ത് മനുഷ്യ ഉൽപ്പത്തിയെക്കുറിച്ച് നിഗൂഢവും തത്വശാസ്ത്രപരവും അതുപോലെ തന്നെ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യക്തതയില്ലാത്തതുമായ കാഴ്ചപ്പാടുകൾ ലോകത്ത് സമ്മാനിച്ച അനേകം ദർശനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചിലർ പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ തന്നെ വർഗീകരിച്ചു കളഞ്ഞ ആളുകളുണ്ട്. അത് ദൈവത്തിന്റെ തലയിൽ നിന്ന് ഉത്ഭവിച്ചവർ, ദൈവത്തിന്റെ നെഞ്ചിൽ നിന്ന് ഉത്ഭവിച്ചവർ, ദൈവത്തിന്റെ തുടയിൽ നിന്ന് ഉത്ഭവിച്ചവർ, ദൈവത്തിന്റെ കാൽപാദങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവർ. അങ്ങനെ മനുഷ്യന്റെ ഉത്ഭവത്തിൽ തന്നെ ഒരു വലിയ വിവേചനവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഐത്തവും രൂപീകരിച്ച ആളുകളുണ്ട്. ഇങ്ങനെ മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യക്തതയില്ലാത്ത ഉത്തരങ്ങൾ ലോകത്തിന്റെ മുന്നിൽ നിഗൂഢമായി പ്രതിപാദിക്കുന്ന സമയത്ത് ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പെന്ന് ഉച്ചൈസ്തരം ഘോഷിച്ച ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പ്രവാചകന്മാർ വഴി നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ഈ ദർശനത്തെ അധ്യാപകരെന്നോണം പഠിപ്പിച്ചത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർ അതാത് കാലഘട്ടങ്ങൾക്കും സംവിധാനങ്ങൾക്കും സമൂഹങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസൃതമായി ഈ വ്യവസ്ഥയെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം എന്ന് വളരെ ഭംഗിയോടുകൂടി, സൗന്ദര്യത്തോടുകൂടി, സന്തുലിതമായി ലോകത്ത് പഠിപ്പിച്ച പ്രവാചകന്മാരുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ആ പ്രവാചകന്മാർ ഇസ്ലാമിന്റെ സമഗ്രതയെ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ അതിനോട് പ്രതിയോഗികളുടെ സമീപനവും ലോകത്ത് ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി ഉയർത്തിപ്പിടിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഫറോവയുടെ ചരിത്രം, നമ്രൂദിന്റെ ചരിത്രമൊക്കെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ദർശനം മുന്നിൽ വന്ന് വിരിഞ്ഞു നിന്നപ്പോ അതിനെതിർത്തവർ വരേണ്യതയുടെ പ്രിവിലേജ് അനുഭവിച്ചവരാണ്. അതുപോലെ തന്നെ അധികാരത്തിന്റെ ഹുങ്ക് തലക്ക് പിടിച്ചവരാണ്. അതുപോലെ നിരപരാധികളായ മനുഷ്യരെ അടിച്ചമർത്താൻ തന്റെ അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ചവരാണ്. അതുപോലെ ജനിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെ
മുഴുവനെയും കൊല്ലാൻ ഉത്തരവിട്ട ക്രൂരമായ ഭരണാധികാരികളാണ്. താൻ ഒരു മാർക്കറ്റിൽ പ്രവേശിച്ചാൽ ആ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു കച്ചവടച്ചരക്കിന് തനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് താൻ പറയുന്ന വിലക്ക് സ്വന്തമാക്കാൻ മക്കയിൽ തന്റെ ഹുങ്കും അധികാരഘടനയും ഉപയോഗിച്ച അബൂജഹലിനെ പോലെയുള്ളവരാണ്. അങ്ങനെ അധികാരത്തിന്റെ ഹുങ്കും വരേണ്യതയുടെ പ്രിവിലേജും അതുപോലെ നിരപരാധികളുടെ മേൽ തങ്ങളുടെ അധികാരത്തിന്റെ എല്ലാ ഫലവും ഉപയോഗിച്ച ആളുകൾ ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തെ എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന ചരിത്രമാണ്. അതുപോലെ പ്രവാചകന്മാരുടെ ശേഷം ഈ ആശയത്തെ പ്രബോധനം ചെയ്ത അനേകം ആളുകളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബറിനെ പോലെ, ഉമർ ഖത്താബിനെ പോലെ, ഉസ്മാൻ ബിൻ അഫ്ഫാനിനെ പോലെ, അലി ബിൻ അബി ത്വാലിബിനെ പോലെ അബൂബക്കറിന്റെ കർത്തവ്യബോധവും ഉമറിന്റെ നീതിബോധവും ഉസ്മാന്റെ ഉദാരതയും അലിയുടെ സൂക്ഷ്മതയും ചേർന്ന സമന്വയമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിന്റെ ഏറ്റവും സൗന്ദര്യാത്മകമായ ഏടുകൾ ലോകത്തൊരു ഉട്ടോപ്യൻ സങ്കല്പമായി നിലനിന്ന ചരിത്രം നമുക്കറിയില്ല. അത് യഥാർത്ഥത്തിൽ പുലർന്ന ചരിത്രത്തെ ലോകത്തെമ്പാടും ചരിത്രകാരന്മാർ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇസ്ലാമിന്റെ ഏറ്റവും സന്തുലിതമായ സാമ്പത്തിക വ്യവസ്ഥ, നീതിപൂർവമായതിന്റെ സാമ്പത്തിക വിതരണം, അതുപോലെ തന്നെ ലിംഗനീതി, അതുപോലെ തന്നെ വിമോചന ഉള്ളടക്കം പോലെയുള്ള ഓരോ കാര്യങ്ങളെയും ഇസ്ലാം വളരെ ഭംഗിയോടുകൂടി ചേർത്തിണക്കിയും സമഗ്രതയോടുകൂടി പ്രതിപാദിച്ചോ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇസ്ലാം ഒരു വിമോചന ഉള്ളടക്കമുള്ള ആശയമാണ്. വിമോചന ഉള്ളടക്കമുള്ള ആശയമാണ്. ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച കാലഘട്ടത്തിൽ മക്കയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു വഹ്ശി എന്ന് പറയുന്ന മറ്റൊരടിമയോട് വഹ്ശിങ്ങനെ തൊഴുത്തിൽ ആലയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ബിലാൽ പറയുന്ന ഒരു അത്ഭുതമുണ്ട്. വഹ്ശി, ഞാനൊരു അത്ഭുതം കേട്ടു. എന്താണ് അത്ഭുതമെന്ന് നിങ്ങൾക്കറിയുമോ? ഞാനും നീയും മനുഷ്യനാണെന്ന് പറയുന്ന ഒരാൾ മക്കയിലുണ്ട്. മുഹമ്മദ് എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം ഞാനും നീയും മനുഷ്യനാണെന്ന് പറയുന്നു. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമാണ്. വഹ്ശി ഇങ്ങനെ ആ വർത്തമാനം കേട്ടപ്പോ സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ പിച്ചി നോക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, ഞാനും നീയും മനുഷ്യനാണെന്ന് പറയുന്നവൻ ഇവിടെ ജീവിക്കുന്നുണ്ടോ എന്നാണ് വഹ്ശി ചോദിക്കുന്നത്. അങ്ങനെ അത്ഭുതപ്പെട്ട് തങ്ങൾ സ്വന്തം മനുഷ്യരാണെന്ന അസ്തിത്വത്തെ, ആ മനുഷ്യരാണെന്ന അഭിസംബോധന കേട്ടപ്പോൾ അത്ഭുതപ്പെട്ട മനുഷ്യനെ ഉമയ്യത്തിന്റെ കാലിത്തൊഴുത്തിൽ കാലികൾക്ക് കൊടുക്കുന്ന കാടിയിൽ കൈയിട്ട് കിട്ടുന്ന പറ്റി അത്താഴമായി പറ്റിച്ച ബിലാൽ ഇബ്നു റബാഹിനെ കഅബയുടെ മേലെ കയറ്റിയ, കഅബയുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുമല് കാട്ടി കഅബയുടെ മുകളിലേക്ക് കയറ്റിയ വിമോചനത്തിന്റെ ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. തങ്ങൾ മനുഷ്യരാണെന്ന വാചകം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ട് സ്വന്തം ശരീരത്തെ ഇങ്ങനെ നുള്ളി നോക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരെ സ്വന്തം ശരീരത്തോട് ചേർത്ത് പിടിച്ച വിമോചന നായകൻ മുഹമ്മദ് മുസ്തഫ, ആ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ അർത്ഥത്തിലും സമഗ്രമായ ഒരു വിമോചനത്തെ കുറിച്ചാണ് ഇസ്ലാം സംസാരിച്ചത്. റബീഉ ബിൻ ആമിർ എന്ന് പറയുന്ന സ്വഹാബി, പ്രവാചകനുചരൻ, പേർഷ്യ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്ന രംഗം ചരിത്രത്തിൽ പലതവണ നമ്മൾ കേട്ടവരാണ്. പേർഷ്യ ചക്രവർത്തിയുടെ മുന്നിലേക്ക് കയറി ചെന്നുകൊണ്ട് ആ കയറി ചെല്ലുമ്പോ പേർഷ്യ ചക്രവർത്തി പറയുന്നത്, ഈ കാട്ടറബി എന്റെ മുന്നിലേക്ക് കയറ്റിവിടരുത്, തടയൂ അദ്ദേഹത്തെ എന്നാണ് പറയുന്നത്. പക്ഷേ ആ തടയലെല്ലാം, ആ ആഹ്വാനമെല്ലാം വകവെക്കാതെ പേർഷ്യ ചക്രവർത്തിയുടെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ട്, മുഖാമുഖം നിന്നുകൊണ്ട് റബീഉ പറയുന്നത്, നീ പറഞ്ഞത് ശരിയാണ്, ഞാനും ഞങ്ങളും കാട്ടറബികളാണ്. വിശന്ന് വലഞ്ഞാൽ പ്രാണികളെ ഭക്ഷിക്കുന്ന ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശന്ന് വലഞ്ഞാൽ പ്രാണികളെ ഭക്ഷിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മദ്യത്തിന് ആവശ്യം വന്നാൽ ഞങ്ങളുടെ മുന്നിലൂടെ പോകുന്ന ആളുകളെ തട്ടി അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ച് ഞങ്ങൾ മദ്യപിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പണത്തിന് ആവശ്യം വന്നാൽ ജീവന്റെ വില ഞങ്ങൾ വകവെക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരൊട്ടകം മറ്റൊരു ഗോത്രത്തിന്റെ തടാകത്തിൽ പോയി വെള്ളം കുടിച്ചാൽ 18 കൊല്ലം യുദ്ധം ചെയ്ത അയ്യാമുൽ അറബിന്റെ പാരമ്പര്യമുള്ള ജാഹിലിയ കാലഘട്ടത്തെ കുറിച്ച് റബീഅ കൊട്ടാരത്തിൽ ഉണർത്തുകയാണ്. അങ്ങനത്തെ ആളുകളിൽ നിരാശ ബാധിച്ച്, ലോകത്തിന്റെ മുന്നിൽ നിരാശ ബാധിച്ച് തലകുനിച്ചു നിന്ന സന്ദർഭത്തിലാണ് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു പ്രവാചകൻ വന്നത്. ഞങ്ങളെ പ്രവാചകൻ കൈപിടിച്ചുയർത്തിയത്
എന്ന് മാത്രമല്ല സർവായുധ സജ്ജനും വേഷഭൂഷാദികളുടെ ഉടമയും അതുപോലെ ലോകത്തിന്റെ വലിയൊരു ഭാഗത്തിന്റെ ഉടമയുമായ നിന്റെ മുന്നിൽ, സർവായുധ സജ്ജനായ നിന്റെ മുന്നിൽ ചെരുപ്പിടാതെ പിഴിഞ്ഞിക്കീറിയ പത്രവുമായി വാളില്ലാതെ കാട്ടറബിയായ നബിയു ബിൻ ആമിറിനെ മുഖാമുഖം നിർത്തിയ ഒരാശയമുണ്ട്. അതാണ് വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത്. ഏതുപോലെ അദ്ദേഹം പറയുന്നു, മിൻ ലീഖി ദുനിയ ഇലാ സഅതി ദുനിയ വൽ ആഖിറ, ഭൗതിക ലോകത്തിന്റെ കുടുസതയിൽ നിന്ന്, ഭൗതിക ലോകത്തിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഭൗതിക ലോകത്തിന്റെയും ആത്മീയ ലോകത്തിന്റെയും മുക്തിയിലേക്ക്, വിമോചനത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ വിമോചനം എന്ന് പറഞ്ഞ ആശയത്തിന്റെ സമഗ്രത നബിയു ബിൻ ആമിർ അവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ഭൗതിക ലോകത്തിന്റെയും വിമോചനം ഇസ്ലാമിന്റെ ഒരു ആഗ്രഹമാണ്, ഇസ്ലാമിന്റെ ഒരു വിവക്ഷയാണ്. ഇസ്ലാമിക വിവക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഉള്ളടക്കമാണ് ലിബറേഷൻ എന്ന് പറയുന്നത്, ഭൗതിക വിമോചനം എന്ന് പറയുന്നത്. പരലോകത്തെ മനുഷ്യന്റെ മുക്തിയും പരലോകത്തെ മനുഷ്യന്റെ വിമോചനവും കാക്ഷിക്കുന്ന അലൈ ഇസ്ലാം ഭൗതിക ലോകത്തിന്റെ മനുഷ്യന്റെ വിമോചനത്തെ കുറിച്ച് ആഴത്തിൽ സംസാരിച്ച ദർശനമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മനുഷ്യ ജീവൻ ഒരു പവിത്രതയും കൊടുക്കാത്ത അനേകം മനുഷ്യരുടെ രക്തങ്ങൾക്ക് മേൽ തങ്ങളുടെ ഗോത്രമഹിമ നിലനിർത്തുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ, ആ അറബി സംസ്കാരത്തിന്റെ കാലഘട്ടത്തിൽ അവിടെ വെച്ചാണ് പ്രവാചകൻ പറയുന്നത്, മൻ ഖതല ഉസ്ഫൂറൻ, ഒരു കുരുവി ആരെങ്കിലും കൊന്നാൽ ജഗന്യന്താവിന്റെ കോടതിയിൽ ആ കുരുവി ചിറകിട്ടടിച്ചുകൊണ്ട് എന്നെ ഇന്നാലിന്ന മനുഷ്യൻ വെറുതെ കൊന്നു അല്ലാ എന്നാവലാതിപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങളെത്തും എന്ന് പറയാൻ, ഒരു നിസ്സാരമായ ഒരു ജീവിയുടെ വിലയെക്കുറിച്ച് മനുഷ്യ ജീവന് വില കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിന്റെ നടുത്തളത്തിൽ നിന്ന് കാരുണ്യത്തെ ഇത്രമേൽ പ്രകോപിച്ച ഒരു ദർശനത്തെ ഇസ്ലാമല്ലാതെ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ എവിടെയും വേറെ ഒരു ദർശനത്തെയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം എന്ന് പറയുന്ന ദർശനം മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ വിമോചനത്തെയും ശാരീരികവും അവന്റെ ആത്മീയവും ഭൗതികവുമായ വിമോചനത്തെ കുറിച്ച് സംസാരിച്ചതാണ്. പ്രവാചക തിരുമേനി ഏതുപോലെ തന്റെ അടുത്തേക്ക് അനുയായിയായ ഖബ്ബാബ് അടികൊണ്ട് മർദ്ദനമേറ്റ പാടുമായി തന്റെ അടുത്ത് വന്നപ്പോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബിയോട് പറയുന്നത്, പ്രവാചകരെ എന്റെ പുറം കണ്ടോ നിങ്ങൾ, മർദ്ദനത്തിന്റെ പാടുകളാണ്, ഇരുമ്പ് കമ്പി ചൂടാക്കി പഴുപ്പിച്ച് പുറത്തു കുത്തി അടയാളങ്ങളുണ്ട്. പിൽക്കാലത്ത് ഈ മർദ്ദനത്തിന്റെ പാട് കണ്ട് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ബോധം കെട്ട് വീണുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര ഊക്കുള്ള പീഡനത്തിന്റെ പാടുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഖബ്ബാബ് പറയുന്നത്, പ്രവാചകരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ആ സമയത്ത് പ്രവാചകൻ ഖബ്ബാബിനോട് പറയുന്നത്, സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു മനുഷ്യന് നിർഭയമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഭൂമി, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനി അൻ നഅബുദൽ അസ്നാം, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, നിർഭയമായ ഒരു നാടെന്ന ഹസ്രത്ത് ഇബ്രാഹിമിന്റെ കിനാബ് സാക്ഷാത്കരിക്കാൻ വേണ്ടി പീഡനങ്ങൾ നാനാഭാഗത്തുനിന്നും ഇങ്ങനെ മഴ പോലെ വർഷിക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചക തിരുമേനിയുടെ കിനാബ് നിർഭയമുള്ള ഒരു നാടിനെ കുറിച്ചാണ്, നിർഭയവും സുരക്ഷിതത്വമുള്ള ഒരു നാടിനെ കുറിച്ചാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിർഭയത്വമില്ലാത്ത നാടാൻ. രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം രേഖപ്പെടുത്തിയത് വിദ്യാഭ്യാസത്തിന്റെ അഭാവവും ദാരിദ്ര്യവും ഇവിടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. അതേപോലെ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമൂഹ്യ സുരക്ഷിതത്വമില്ലായ്മയാണ്. ഏത് സമയവും കൊല ചെയ്യപ്പെടാം, ഏത് സമയവും ഭവനവേദനം നടത്താം, ഏത് സമയവും സ്വന്തം സഹോദരിയുടെ മാനം പിച്ചു ചീന്താം എന്ന അവസ്ഥയിൽ ജീവിക്കുന്ന സാമൂഹ്യ സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പീഡിതവർഗം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്നാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സുരക്ഷിതമായ ഒരു ദേശത്തെ കുറിച്ച് തന്റെ മർദ്ദനത്തിന്റെ പാടുകളെ കൊണ്ട് ചുട്ടുനിറുന്ന മനസ്സുമായി ആശ്വാസത്തിന് വേണ്ടി പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്ന ഒരു മനുഷ്യന് പ്രവാചകൻ പകർന്നു കൊടുക്കുന്ന കിനാവിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചക തിരുമേനി സ്ത്രീ വിമോചനത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച്, സ്ത്രീക്ക് അനന്തരാവകാശ സ്വത്ത് കൊടുക്കാനുള്ള അതിനുള്ള പോരാട്ടത്തിൽ ഇസ്ലാമിന്റെ പങ്കാളിത്തം എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. ഇസ്ലാമിനെ പ്രാകൃത മതമാണ്, അതുപോലെ തന്നെ പ്രാകൃത മതബോധമാണ്. ഇസ്ലാമിനെ കുറിച്ച് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ സന്ദർഭത്തിൽ സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെയാണ് ലോകത്തുണ്ടായിരുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. സ്ത്രീകളോട് എങ്ങനെയാണ് സമൂഹം പെരുമാറിയിരുന്നെന്ന്, ആ അടുത്തുനിന്ന് സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അലി, നീ ഹീറ എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതേ നബിയെ, ഹീറ ഒരുപാട് വിദൂരത്താണല്ലോ. ഹീറയിൽ നിന്ന് ഒരു പെൺകുട്ടി ഒറ്റക്ക് വന്ന് കഅബ തവാഫ്
ചെയ്തു പോകുന്ന കാലം വിദൂരമല്ല എന്ന് പറയുന്ന കിനാവാണ് സ്ത്രീ വിമോചനത്തെ കുറിച്ച് നമ്മൾ പ്രവാചക തിരുമേനി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് പ്രാകൃത ബോധമാണോ എന്ന് കുഞ്ഞിക്കണ്ണടച്ചു മാറ്റി വലിയ കണ്ണ് തുറന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ വിമോചനത്തെ കുറിച്ച്, മനുഷ്യന്റെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ വിമോചനത്തെ കുറിച്ച് ആഴത്തിൽ അനേകം തവണ സംസാരിച്ച പ്രവാചകൻ തിരുമേനി വിശുദ്ധ ഖുർആനും വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ, വിശുദ്ധ ഖുർആൻ പറയുന്നത് അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരായ ജനവിഭാഗങ്ങളുടെ വിമോചനത്തെ കുറിച്ചാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷിതത്വമില്ലാത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മുൻനിരയിലുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഓരോ 6 മണിക്കൂറിലും ഒരു സ്ത്രീ ബലാത്സംഗത്തിന് വിധേയമായി കൊല ചെയ്യപ്പെടുന്ന ലോകത്തെ ഏക രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ലോകത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത തലസ്ഥാന നഗരികളുടെ 3 എണ്ണം എടുത്താൽ അതിൽ ഒന്നാമത്തെ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. ആ തലസ്ഥാനം അങ്ങനെ സ്ത്രീക്ക് ഒട്ടും സുരക്ഷിതത്വമല്ലാത്ത ഓരോ 8 മണിക്കൂറിലും നിർഭയമായ സ്ത്രീ പീഡനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ഹീറയുടെ പ്രദേശത്ത് നിന്ന് കഅബ തവാഫ് ചെയ്തു പോകുന്ന നിർഭയമായ ഒരു പെൺകുട്ടിയെ കിനാബ് കാണാൻ പഠിപ്പിച്ച ഒരു ദർശനമുണ്ട്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, നിർഭയമായ ഒരു നാടിനെ സ്വപ്നം കണ്ട കിനാബ് കണ്ട ഒരാശയമുണ്ട്. ലോകത്തെ സകല വിമോചന പ്രത്യയശാസ്ത്രങ്ങളും ഉദയം ചെയ്യുന്നതിന് മുമ്പ് അടിച്ചമർത്തപ്പെട്ടവനും വിമോചനം ആവശ്യമുള്ളവർക്കും വിമോചനം ആഗ്രഹിക്കുന്നവർക്കും സമഗ്രമായ വിമോചനത്തിന്റെ വാതായനങ്ങൾ മലർക്ക തുറക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോകത്ത് ചങ്ങലകൾ പൊട്ടിച്ചവർ ഞങ്ങളാണ്. ചങ്ങലകളുടെ വിലങ്ങുകളില്ലാതെ ലോകത്ത് സഞ്ചരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് ഞങ്ങളാണെന്ന വിമോചനത്തിന്റെ വൈത്താരികൾ ഉച്ചരിക്കുന്ന ആളുകളുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, വിമോചനം ഏറ്റവും ആവശ്യമുള്ളവരെന്ന് യൂറോപ്പ് തന്നെ പല ആവർത്തി പറഞ്ഞ ആഫ്രിക്ക എന്ന് പറയുന്ന പ്രദേശമുണ്ട്. കറുത്തിരുണ്ട ഭൂഖണ്ഡമെന്ന് ചരിത്രത്തിൽ അപരവൽക്കരിക്കാൻ ആഫ്രിക്കക്ക് കൊടുത്ത നാമധേയം കറുത്തിരുണ്ട ഭൂഖണ്ഡമെന്നാണ്. കറുത്തിരുണ്ട ഭൂഖണ്ഡമെന്നാണ്. പക്ഷേ ആഫ്രിക്ക എങ്ങനെയാണ് വിമോചന പ്രത്യയശാസ്ത്രങ്ങളോട് സ്വീകരിച്ച സമീപനമെന്താണ് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബിലാലിന്റെ നാട്ടിൽ ബിലാലിന്റെ പിറന്ന ഭൂമിയിൽ എങ്ങനെയാണ് ഈ ആദർശത്തെ സ്വീകരിച്ചത് എന്ന് നമുക്കറിയാവുന്നതാണ്. വിമോചന ദർശനങ്ങളെന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന പലതിനെയും പുറങ്കാലുകൊണ്ട് ആഫ്രിക്ക തട്ടിത്തെറിപ്പിച്ചപ്പോ കഅബയുടെ മുകളിൽ കയറി ദൈവ പ്രകീർത്തനം നടത്തി ഒരു നാടിന്റെ വിമോചനം ഘോഷിച്ച ബിലാലിന്റെ ആ വിമോചനം ആഗ്രഹിച്ച ജനത ഈ ഇസ്ലാം എന്ന് പറയുന്ന ദർശനത്തെ വാരിപ്പുണർന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ലോകത്തെ വിമോചനങ്ങളുടെ ഉള്ളടക്കമെമ്പാടുമുള്ള ഒരാശയം ഇസ്ലാമാണ്. നിസ്സംശയം വിമോചനങ്ങളുടെ ഉള്ളടക്കമുള്ള ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളും ഇസ്ലാം എന്ന് പറയുന്ന വിമോചന ഉള്ളടക്കമുള്ള സാന്ദ്രതയുള്ള ഒരു പ്രത്യയശാസ്ത്രം തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തു നോക്കുക. മനുഷ്യന്റെ സമഗ്രതല സ്പർശിയായ വിമോചനത്തെ കുറിച്ച് ആരാണ് ലോകത്ത് സംസാരിച്ചത്? തൊഴിലാളിയുടെ വിമോചനത്തെ കുറിച്ച് മാത്രമല്ല, മുതലാളികളുടെ വിമോചനത്തെ കുറിച്ച് മാത്രമല്ല, ഏതെങ്കിലും ജാതിയുടെയോ വർഗത്തിന്റെയോ ഏതെങ്കിലും വംശീയ വിഭാഗങ്ങളുടെയോ വർണ്ണത്തിന്റെയോ വിമോചനത്തെ കുറിച്ച് മാത്രമല്ല, മനുഷ്യവംശത്തിന്റെ വിമോചനമാണ്. അതുപോലെ തന്നെ ജാതി ഉച്ചനീചത്വങ്ങളില്ലാത്ത, വംശീയ ഉച്ചനീചത്വങ്ങളില്ലാത്ത സാഹോദര്യം പുലരുന്ന ഒരു ലോകക്രമത്തെ കുറിച്ചാണ് പ്രവാചക തിരുമേനി സംസാരിച്ചത്. ആ ലോകക്രമത്തെ ലോകത്തിന്റെ മുന്നിൽ മലർക്ക തുറന്നിട്ട ഒരു നടപടിക്രമം ചരിത്രത്തിൽ ഉണ്ടായത് നമ്മൾ വായിച്ചതുമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. താൻ ജനിച്ചത് തന്നെ അബദ്ധമായി, തന്റെ ജന്മം തന്നെ അബദ്ധമായി പോയി. ശാസ്ത്രജ്ഞനാവണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ കുടുംബവും എന്നെ കുറിച്ച് ആഗ്രഹിച്ചത് അങ്ങനെയാണ്. എന്റെ അമ്മയുടെ ആഗ്രഹവും അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി, സയന്റിസ്റ്റ് ആവാൻ സ്വപ്നം കണ്ടു നടന്ന ഒരാൾ തന്റെ ജന്മം തന്നെ അബദ്ധമായി എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുല. ആ രോഹിത് വെമുലമാർ നമുക്കറിയുന്നത് ഒന്ന് മാത്രമാണെങ്കിൽ അനേകം വെമുലമാർ ഈ രാജ്യത്തുണ്ട്. സ്വന്തം അമ്മ മരിച്ചാൽ, സ്വന്തം അച്ഛൻ മരിച്ചാൽ അടുക്കള കുഴിച്ച് കുടിയെടുക്കേണ്ടി വരുന്ന ഗതികേടിലുള്ള ആയിരക്കണക്കിന് ദലിതരും ആദിവാസികളും ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അവരെ ചേർത്ത് പിടിച്ച് ബിലാലും മിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ ഒരാശയത്തിന്റെ വക്താക്കൾക്ക് അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനും അവരോട് ജാതി ഉച്ചനീചത്വങ്ങളില്ലാതെ സമഭാവനയോടുകൂടി പെരുമാറാനും
കഴിയുന്ന ഒരാശയം നമ്മുടെ മുന്നിൽ മലർക്ക തുറന്നിരിക്കുകയാണ്. സർദാർ KM പണിക്കർ കേരള ചരിത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. മാലിക് ദീനാറും കൂട്ടരും കേരളത്തിലേക്ക് വന്ന ചരിത്രത്തെ കുറിച്ച് വളരെ വിസ്തരിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാലിക് ദീനാറിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം തന്റെ പരിചാരകനെ മുന്നിൽ നിർത്തി നമസ്കരിക്കുന്ന രംഗം കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾ കണ്ടുവെന്നാണ്. പരിചാരകന്റെ കാലിന്റെ കീഴിൽ മാലിക് ദീനാർ എന്ന് പറയുന്ന അന്ന് ലോകത്തറിയപ്പെട്ട ഒരു വ്യവസായ പ്രമുഖൻ തലവെച്ചു നിൽക്കുന്ന രംഗം അദ്ദേഹം കണ്ടുവെന്നാണ്, അന്നത്തെ ആളുകൾ കണ്ടുവെന്നാണ്. അതുകഴി ഒരുപാട് ആളുകൾ സമത്വത്തിന്റെ ഭാവന കണ്ട് ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യരുടെ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. നല്ല ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂരിൽ അനേകം ആളുകൾക്ക് അദ്ദേഹത്തിന്റെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഒഴുകിയെത്താറുണ്ട്. അത് മനസ്സിലാക്കി അദ്ദേഹം ഉച്ചയോടുകൂടി കച്ചവടം അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം തന്റെ കടയിലേക്ക് വരുന്ന ആളുകൾക്ക് സാധനം കൊടുക്കാതെ തന്റെ അപ്പുറത്തുള്ള സഹോദരന്റെ കടയിൽ സാധനമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന മാലിക് ദീനാർ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. രാത്രി ഭക്ഷണം അദ്ദേഹം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാറില്ല. തന്റെ തൊട്ടയൽപ്പക്കങ്ങളിലുള്ള 40 വീടുകളിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാതെ എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പരിചാരകർ 40 വീടുകളിലേക്കും ഭക്ഷണം എത്തിച്ചു കൊടുത്ത് ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലാതെ രാത്രി ഭക്ഷണം കഴിക്കാത്ത മാലിക് ദീനാർ എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തുവെന്ന് ചോദിച്ചാൽ, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറക്കുന്നവൻ വിശ്വാസിയല്ല. ആരാണ് ദൂതരെ അയൽവാസി? നിന്റെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തുമുള്ള 40 വീടുകൾ എന്ന പ്രവാചക തിരുമേനിയുടെ ഒരു വചനത്തെ, ഒരു ടെക്സ്റ്റിനെ ജീവിതം കൊണ്ട് പകർത്തിയാടിയപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതേ കൊടുങ്ങല്ലൂരിൽ വന്നാണ് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞത്, പതിറ്റാണ്ടുകൾക്ക് ശേഷം അല്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളം ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദൻ സർട്ടിഫിക്കറ്റ് കൊടുത്തത് അതേ കൊടുങ്ങല്ലൂരിൽ വെച്ചാണ്. അത്രയും സമത്വവും സാഹോദര്യവും സമഭാവനയും അത് ജീവിതത്തിലൂടെ അനുഭവിക്കാൻ, ഇസ്ലാമിലൂടെ അനുഭവിക്കാൻ കഴിഞ്ഞ ചരിത്രം ഇന്ത്യക്ക് ധാരാളമാണ്. ഖാജ മൊഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരിയുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രബോധന ചരിത്രം എങ്ങനെയാണ്? അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം ജയ്പൂരിൽ ആരംഭിക്കുന്നത് തന്നെ വലിയൊരു സദ്യ വിളമ്പിയിട്ടാണ്. ആ സദ്യയിൽ ഒറ്റ പന്തി മാത്രമേ ഉള്ളൂ, ഒറ്റ വരി മാത്രമേ ഉള്ളൂ. ഉയർന്നവനും താഴ്ന്നവനും എല്ലാവരും ഒരു വരിയിൽ ഇരിക്കുക. അത് ജയ്പൂരിനെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യക്ക് പോലും പുതിയ കാഴ്ചയാണ്. ഒറ്റ വരിയിൽ ഉയർന്നവനും താഴ്ന്നവനും ഇരിക്കുന്ന ഒരാശയത്തെ കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും അത് സ്വീകരിക്കാനും രണ്ടാമതൊന്ന് അവർക്ക് ആലോചിക്കേണ്ടി വന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ജാതീയ ഉച്ചനീചത്വങ്ങളുടെയും വംശീയ മേൽക്കോയ്മകളുടെയും ഉള്ള അതിനെ അധികാരത്തിന്റെ കൂടി ആശീർവാദത്തോടു കൂടി വളരെ ബലപ്രയോഗത്തിലും വിവസ്ഥാപിതമായും ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ വിമോചനത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമഭാവനകളെ ഈ രാജ്യത്തിന്റെ മുന്നിൽ സൗന്ദര്യപൂർവ്വം തുറന്നു വെക്കാനുള്ള ഒരു ആശയം ഇവിടെയുണ്ട്. വിശുദ്ധ ഇസ്ലാമാണ്. ഈ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയും ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് വിമോചനം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കുമുള്ള ഒരു അത്താണിയായി ഇസ്ലാമിനെ ഇന്ത്യ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന് ഇന്ത്യ എന്ന് പറയുന്ന അസ്തിത്വം പോലും നൽകിയത് ഈ ഇസ്ലാം എന്ന് പറയുന്ന ആശയമാണെന്ന് ചരിത്രത്തിൽ പിന്നോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ വിമോചനം ആഗ്രഹിക്കുന്ന ആളുകൾ സാമ്പത്തിക അസന്തുലിതാവസ്ഥ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. സാമ്പത്തിക വിതരണക്രമത്തെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച് തന്നെ സന്തുലിതമായ കാഴ്ചപ്പാട് ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിബേറ്റബിൾ ആയ സംവാദാത്മകമായ ഒരു വിഷയമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തിനെ കുറിച്ച് ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സാക്ഷാൽ അമേരിക്കയിൽ 50,000-ത്തിലധികം റിസർച്ച് പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചത് ഇസ്ലാമിന്റെ സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയ ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ലോകത്ത് സെമിനാറുകളും സിംബോസിയങ്ങളും നടത്തിയത് സാക്ഷാൽ ബ്രിട്ടനാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. എന്ത് മഹാത്മ്യമാണ് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ ഈ ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചത്. സമ്പത്ത് സൃഷ്ടാവിൻ്റെതാണ്. അതിലൂടെ കർത്തവ്യബോധം പൂർത്തിയാവുകയാണ്. മനുഷ്യന്റെ സമ്പത്തിനെ കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധത്തെ കുറിച്ച് ആദ്യം നെയിം ബോർഡ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്, ജഗന്യന്താവിൻ്റെതാണ്. കൈകാര്യകർത്താവ് മാത്രമാണ് മനുഷ്യൻ എന്ന് മാത്രമല്ല, അതിന്റെ വിതരണത്തെ ക്രമത്തിൽ ഒരു സമ്പത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്, സമൂഹങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. സമ്പത്ത് ഒരിക്കലും
ഒരിക്കലും കുന്നുകൂടി ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകളെ പോലെ അട്ടിയിട്ട് നിൽക്കാൻ പാടില്ല. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ പോലും അനേകം ആളുകളിലേക്ക് സമ്പത്ത് കറങ്ങുന്നതിന്റെ ഒരു രീതിശാസ്ത്രമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ഈ സമ്പത്തിന്റെ വിതരണം എന്ന് പറയുന്നത് നീതിപൂർവമായ ഒരു വിതരണ സംവിധാനത്തെ ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ സമർത്ഥിക്കുകയാണ്. ഏതുപോലെ സമ്പത്ത് തുല്യമായി സമ്പത്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചാക്രിക സ്വഭാവമുള്ള സാമ്പത്തിക വിപത്തയാണ് കുന്നുകൂടുന്ന സാമ്പത്തിക വിപത്തക്ക് പകരം. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത്, ഈ രാജ്യത്ത് 50 കോടി ജനങ്ങൾ, 50 കോടിയോളം ജനങ്ങൾ 20 രൂപക്ക് താഴെ വരുമാനമുള്ളവരാണ്. ദാരിദ്ര്യരേഖക്ക് താഴെയാണ്. പട്ടിണി കൊണ്ട് മുതുകു നിവരാത്ത അനേകം മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. ഒരു കമ്പിളി പുതപ്പ് കിട്ടിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് വിലപിക്കുന്ന അനേകമായിരം മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. ആ സന്ദർഭത്തിലാണ് 3000 കോടി രൂപയുടെ പ്രതിമ നിർവഹിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ, സാമ്പത്തിക രീതിയുടെയും വിതരണക്രമത്തിന്റെയും ഒരു ദർശനത്തിന്റെയും പിൻബലമില്ലാത്തത് കൊണ്ട് ആണ് ഒരു രാജ്യത്ത് ഇങ്ങനത്തെ തലതിരിഞ്ഞ വികസന സങ്കല്പങ്ങൾ ഉണ്ടാവുന്നത്. അതേസമയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്ന് ചത്തുപോയാൽ ദൈവത്തിന്റെ മുന്നിൽ അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തേങ്ങിക്കരഞ്ഞ ഒരു ഭരണാധികാരിയും 50 കോടിയോളം ജനങ്ങൾ മുതുകു നിവരാതെ വിശപ്പ് കൊണ്ട് പട്ടിണി അനുഭവിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ ആഴക്കടലിൽ മുങ്ങിത്താഴുന്ന സന്ദർഭത്തിൽ 3000 കോടി രൂപയുടെ പ്രതിമ നിർവഹിക്കുന്ന ഭരണാധികാരികളും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കേണ്ടതാണ്. ലോകത്ത് മനുഷ്യന്റെ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ കെട്ടഴിച്ചുവിട്ട് വ്യക്തിയുടെ ഉന്മാദാവസ്ഥക്ക് വേണ്ടി എല്ലാ വാതിലുകളും തുറന്നു വെച്ച് സാമ്പത്തിക വിപത്ത വ്യക്തിയുടെ ഉദാരവാദത്തിന് വിട്ടുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മുന്നിൽ ഭരണകൂടം തടസ്സമാവരുതെന്നും ജനക്ഷേമ താൽപര്യങ്ങൾ എന്ന് പറയുന്ന പഴഞ്ചനാണെന്നും സാമൂഹ്യ താൽപര്യങ്ങളുടെ എല്ലാ വാതിലുകളും കൊട്ടിയടക്കണമെന്നും പതിയെ സാമൂഹ്യ മേഖലകളിൽ നിന്ന് ഭരണകൂടം പിന്മാറണമെന്ന് പറയുന്ന നിയോ ലിബറലിസ്റ്റുകൾ നവ ഉദാരവാദത്തിന്റെ ഈ സാമ്പത്തിക ക്രമം എങ്ങനെയാണ് ലോകത്തെ പട്ടിണിയിലേക്ക് അനുദിനം തള്ളിവിടുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അംബാനി അദാനിമാരെ പോലെയുള്ള ഏതാനും വിരലെണ്ണാവാൻ പറ്റുന്ന ആളുകളുടെ കയ്യിലാണ് ഈ രാജ്യത്തിന്റെ 1/3 സ്വത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് സമഗ്രാധിപത്യ സാമ്പത്തിക ദർശനമാണ്. വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത, വ്യക്തിയുടെ എല്ലാ സമ്പത്തും പിടിച്ചെടുത്ത് വ്യക്തിയുടെ എല്ലാ സമ്പത്തിനെയും സ്റ്റേറ്റിലേക്ക്, രാഷ്ട്രത്തിലേക്ക് ലയിപ്പിച്ച് സമ്പത്തിന്റെ മേൽ സമഗ്രാധിപത്യ പ്രവണത പുലർത്തി വ്യക്തികളുടെ അധ്വാനിക്കാനും ക്രയശേഷി ഉപയോഗിക്കാനും വ്യക്തികളുടെ വികസനോന്മുഖമായ കാഴ്ചപ്പാടുകളെ തടയിടുവാനും വേണ്ടി നടപ്പിലാക്കിയ മറുകാഴ്ചപ്പാടാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. ഇതിന്റെ മുന്നിൽ സന്തുലിതമായ മറ്റൊരു സാമ്പത്തിക വിപത്തയാണ് വിശുദ്ധ ഇസ്ലാം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചത്. അതുപോലെ തന്നെ ഓരോ മേഖലകളിലും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമോഫോബിയയുടെ പ്രചാരണത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇസ്ലാമോഫോബിക് എന്ന് പറയുന്ന പദത്തിന് വളരെ റീസെന്റായ ഒരു സ്ഥാനമേ ഉള്ളൂവെങ്കിലും യഥാർത്ഥത്തിൽ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓറിയന്റലിസ്റ്റുകൾ തുടങ്ങി വെച്ച് ഇസ്ലാമിനെതിരെയുള്ള ജൈത്രയാത്രകൾ തങ്ങൾക്ക് നേർക്കുനേരെ മുഖാമുഖം നടത്താൻ കഴിയില്ല എന്ന് ബോധ്യമായ സന്ദർഭത്തിൽ വൈജ്ഞാനികമായും ചിന്താപരമായും ഇസ്ലാമിന്റെ നിലനിൽപ്പിനെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നൊരു പ്രോസസ് ലോകാടിസ്ഥാനത്തിൽ തന്നെ പല കാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിൽ അത് സംഘപരിവാർ വംശീയമായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകൾ പോലും യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ വംശീയ അജണ്ടയിൽ വീണുകൊണ്ട് അത്യന്തം പ്രതിലോമകരമായ ഇസ്ലാമോഫോബിയയുടെ പ്രചാരണങ്ങൾ ഏറ്റുപിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇസ്ലാം ക്രൂരമാണ്, ഇസ്ലാം സമാധാനത്തിനെതിരാണ്, ഇസ്ലാമിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല, സഹിഷ്ണുതയുടെ ഒരു കണിക പോലും ഇല്ലാത്ത മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പരമത വിദ്വേഷത്തിന്റെ ബ്രാൻഡ് നയമാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ഒരംശം പോലും നമ്മൾ സത്യസന്ധമായി വായിച്ചിരുന്നെങ്കിൽ ഇസ്ലാം ലോകത്ത് പുലർത്തിയ സഹിഷ്ണുത എന്ന് പറയുന്നത്, ഇസ്ലാം ലോകത്ത് പുലർത്തിയ മതങ്ങളോടുള്ള സമീപനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ എല്ലാവരും രേഖപ്പെടുത്തിയതാണ്. ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മദീന ചാർട്ടർ 52 ഖണ്ഡികകളുണ്ട്. അതിൽ 27 എണ്ണവും മറ്റു മതവിശ്വാസികളുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അതിൽ 27 എണ്ണവും മറ്റു മതവിശ്വാസികളുടെ രാഷ്ട്രീയവും സാമൂഹികവും അതുപോലെ വ്യക്തിപരവുമായ കാര്യങ്ങളെ കുറിച്ച് വിശദാംശങ്ങളോടുകൂടി സംസാരിക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച മദീന ചാർട്ടർ എന്ന് പറയുന്ന
ഒരു ഏറ്റവും സന്തുലിതമായ ഒരു ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും മാതൃകയാകാൻ പറ്റുന്ന ഖണ്ഡികകളായി തിരിച്ച ആധുനിക ഭരണഘടനയുടെ രൂപമാണ്. ഇന്നും അത് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിയുന്നതാണ്. ഓരോ സന്ദർഭങ്ങൾ നമുക്കറിയാം. പ്രവാചക തിരുമേനി തന്റെ ഹിജറയിൽ ഏറ്റവും സീക്രട്ടായ ഏറ്റവും സാഹസികമായ ഒരു യാത്രയിൽ പോലും കൂടെ കൂട്ടിയ 3 ആളുകൾ മുസ്ലിങ്ങളായിരുന്നില്ല എന്ന് നമുക്കറിയാവുന്ന ചരിത്രമാണ്. തനിക്ക് വഴി കാണിക്കാൻ, അതുപോലെ തന്നെ തനിക്ക് ഗുഹയിലേക്ക് ആ ശത്രുക്കളുടെ വിവരങ്ങൾ, പ്രതിയോഗികളുടെ വിവരങ്ങൾ എത്തിച്ചു തരാൻ, അതുപോലെ തന്നെ തനിക്ക് മദീനയുടെ ബോർഡറിൽ എത്തുമ്പോൾ ആവശ്യമായ സാധന സാമഗ്രികൾ തയ്യാറാക്കി യാത്ര അടയാളങ്ങളില്ലാതെ ഫ്രഷായി മദീനയിൽ പ്രവേശിക്കാൻ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തു തരാൻ ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ആരും മുസ്ലിങ്ങളായിരുന്നില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. പ്രവാചകന് കരള് പകുത്തു കൊടുക്കാൻ അത്രയും രഹസ്യം സൂക്ഷിക്കേണ്ട ഒരു യാത്രയിൽ പോലും ബഹുസ്വര സമൂഹത്തിന്റെ സംവിധാനങ്ങളെ മാനിച്ചു. ഉഹുദ് എന്ന് പറയുന്ന പോരാട്ടത്തിൽ പ്രവാചകൻ അപകടത്തിൽപ്പെട്ടപ്പോ പ്രവാചകനെ സംരക്ഷിക്കാൻ വേണ്ടി മുസ്ലിങ്ങളല്ലാത്ത 2 ആൾ വെട്ടി മരണപ്പെട്ട ചരിത്രം, കൊല്ലപ്പെട്ട ചരിത്രം. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പ്രവാചകനെ സംരക്ഷിക്കാൻ കൊല്ലപ്പെട്ട ചരിത്രം അല്ലാമ ഷൗക്കാനിയുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത്രത്തോളം ബഹുസ്വരതയെ മാനിച്ച ഒരു ദർശനം ലോകത്തില്ല. എന്നിട്ട് നിർബന്ധിത മതപരിവർത്തനമെന്നും ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, മാർക്ക് ജിഹാദ് തുടങ്ങിയ പദാവലികളിലൂടെ അനേകം സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ചും മതപരിവർത്തന ശ്രമങ്ങൾ ഏറ്റവും ശക്തി പ്രാപിച്ച, ഏറ്റവും ശക്തിയോടുകൂടി നടപ്പിലാക്കുന്ന ഒരാശയമാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കുന്നതിൽ എല്ലാവരും മുൻപന്തിയിലെത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട്, പക്ഷേ സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ്. സ്വന്തം നാടും വീണ്ടും ഉപേക്ഷിച്ചു പോയി മറ്റൊരു നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ അവിടെയും സ്വസ്ഥത കൊടുക്കാൻ സന്നദ്ധമല്ലാത്തപ്പോ ആ സമാധാനം സംരക്ഷിക്കാൻ വേണ്ടി, സ്വസ്ഥതയും ആ നാടിന്റെ മുഴുവൻ ജനങ്ങളുടെയും സമാധാനം സംരക്ഷിക്കാൻ വേണ്ടി വാളെടുത്ത ചരിത്രത്തെ ക്രൂരമായി മനസ്സിലാക്കുന്നവരും വിലയിരുത്തുന്നവരും ആരാണ്? ചരിത്രത്തിൽ അവരുടെ കഥകൾ എന്താണ്? നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ കബന്ധങ്ങൾക്ക് മീതെയാണ്, രക്തം കിനിയുന്ന ഓർമ്മകൾക്ക് മേലെയാണ്, രക്തം കിനിയുന്ന ഭാവനകൾക്ക് മേലെയാണ് അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കനമുള്ള സിംഹാസനങ്ങൾ ലോകത്തവർ സ്ഥാപിച്ചത് എന്ന് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. സ്വന്തം പാർട്ടിയിലും സംഘത്തിലുമുള്ള ആളുകളെ പോലും അവരെ വധിച്ച്, ക്രൂരമായി വധിച്ച്, അവരുടെ ശവശരീരങ്ങളെ പോലും ആർക്കും കാണാൻ കഴിയാത്ത രീതിയിൽ രാജ്യാതിർത്തികളുടെ വിശാലമായ മരുഭൂമിയിൽ ചവിട്ടിത്താഴ്ത്തിയ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അനേകം മനുഷ്യരെ കൊന്നൊടുക്കി ആ മനുഷ്യരുടെ നിലവിളികൾക്ക് മുന്നിൽ സ്ഥാപിച്ച പ്രത്യയശാസ്ത്രത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ലോക ചരിത്രത്തിൽ ഇതിന്റെ ചരിത്രം എമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വിശദാംശങ്ങളില്ലാതെ നിങ്ങളുടെ മുന്നിൽ മലയാളത്തിൽ അതെല്ലാം തുറന്നു വെച്ച ചരിത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്ര ആചാര്യനായിരുന്ന ഫ്രാൻസിൽ അതിന്റെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രൂരതകൾ ലോകത്തിന്റെ മുന്നിൽ വിരിച്ച്, ലോകത്തിന്റെ മുന്നിൽ തുറന്നിട്ടത് എന്നതും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇസ്ലാം ഒരിക്കലും സഹിഷ്ണുത പുലർത്താത്ത മതമാണെന്നും സ്വന്തം ആ മതത്തിൽ നിന്ന് വിട്ടുപോയവരെ ക്രൂരമായി കൊല ചെയ്യുന്നവരാണ് എന്നും ഉദ്ഘോഷിക്കുന്ന ആളുകൾ നമുക്കറിയാം. ആരാണിത് പറയുന്നത്? കേരളത്തിൽ നമുക്കറിയാവുന്നത് പോലെ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒരാൾ വിട്ടുപോയപ്പോ കുലം കുത്തി എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും കൊലക്കത്തി കൊണ്ട് 51 വെട്ടുവെട്ടുകയും 51 വെട്ടുവെട്ടിയതിൽ പ്രതിഷേധിച്ച ഒരു പാർട്ടി ഉണ്ടാവുകയും ആ പാർട്ടിക്ക് നിയമസഭയിൽ MLA ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ മുർത്തദ്ദുകളെ കുറിച്ചും അതുപോലെയുള്ള സംഭവങ്ങളെ കുറിച്ചും ഘോരഘോരം ചരിത്രത്തിന്റെ ഏറ്റവും റീസെന്റായ കാരണങ്ങളെ പോലും ചവറ്റുകൊട്ടയിൽ തള്ളിക്കൊണ്ട് ഇസ്ലാമിനെതിരെ കലിതുള്ളുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായി ഇസ്ലാമിക ചരിത്രത്തെ നമ്മൾ വായിക്കേണ്ടതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് നാഗരികമായും സാമൂഹ്യമായും രാഷ്ട്രീയക്രമമായും വളരെ പടർന്നു പന്തലിച്ച ഒരു വിവക്ഷയാണ്. ആ വിവക്ഷ നമുക്കറിയാവുന്നത് പോലെ ഏതെങ്കിലും ഒരു രാജ്യക്രമത്തിൽ പുലരുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഉട്ടോപ്യൻ സങ്കല്പമല്ല, ലോകത്തിന്റെ മുന്നിൽ പുലർന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സഖാബ് ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ട് ഗോർബച്ചേവ് തന്നെ പറയുന്നത് ഞങ്ങൾ ആ രാജ്യത്ത് ദാരിദ്ര്യം ഇങ്ങനെ വ്യാപകമായി ആളുകൾ പിടിച്ചുപറി തുടങ്ങി. അതുപോലെ തന്നെ അനേകം മനുഷ്യരുടെ ഭവനങ്ങളിൽ സമ്പത്ത് കട്ടുകൊണ്ടുപോകാൻ പോലും ഇല്ലാത്ത വിധം വാതിലുകൾ തുറന്നു വെച്ചു എന്നാണ്. അതങ്ങനെ അത്രയും ദാരിദ്ര്യം ആഴത്തിൽ ഗ്രസിച്ചു കഴിഞ്ഞു. അങ്ങനെ റേഷൻ ഷോപ്പിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന ആളുകൾ
അവരുടെ ക്യൂ ഇങ്ങനെ വർദ്ധിച്ചു. ക്യൂ നിൽക്കുന്ന ഒരാൾ പറയുന്നത് ഈ അവസ്ഥ ഈ രാജ്യത്തിന് എത്തിച്ചത് സഖാവ് ഗോർബച്ചേവാണ്, അതുകൊണ്ട് ഗോർബച്ചേവിനെ വെടിവെച്ച് കൊന്നിട്ട് ഞാൻ ഇനി ക്യൂവിലേക്ക് തിരിച്ചു വരൂ എന്ന് അദ്ദേഹം പറഞ്ഞ് ഗോർബച്ചേവിന്റെ വീട്ടിൽ പോയപ്പോ ഗോർബച്ചേവിനെ വെടിവെച്ച് കൊല്ലാൻ ഇതിലും വലിയ ക്യൂ ആണ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രം പറയുന്നത്. അത്രമേൽ ദാരിദ്ര്യത്തിലേക്ക് ഒരു സംവിധാനത്തെ കുപ്പുകുത്തിയത്, അതും വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ലോകത്തിന്റെ മുന്നിൽ വികസനോന്മുഖമായ ഒരു പ്രത്യയശാസ്ത്രപരവും വികസനോന്മുഖവുമായ ഒരു സൗന്ദര്യമുള്ള ഒരു കാഴ്ചപ്പാടും ലോകത്ത് സമ്മാനിക്കാതെ ക്രൂരതയുടെയും കരാളതയുടെയും നിഷ്ഠൂരതയുടെയും എമ്പാടും അധ്യായങ്ങൾ. യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരാട്ടിൻകുട്ടി വിശന്ന് ചത്തുപോയാൽ എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരിയുടെ ഒരു ദർശനവും, തങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞിട്ട് പോലും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് പോലും തങ്ങൾ കുഴിച്ചു മൂടിയ തലയോട്ടികൾ തങ്ങളുടെ രാജ്യാതിർത്തികളിൽ നിന്ന് ഇന്നും കണ്ടെടുക്കപ്പെടുന്ന ഭരണാധികാരികളും തമ്മിലാണ് ക്രൂരതയുടെ സംവാദങ്ങളുമായി മുന്നോട്ട് വരുന്നതെന്ന വൈരുദ്ധ്യമാണ് നമ്മൾ അമ്പരപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ, ഇസ്ലാം എന്ന് പറയുന്ന വ്യവസ്ഥയെ നമുക്കറിയാം, അതൊരു വ്യവസ്ഥയാണ്. അത് വ്യക്തിയും സമൂഹവും രാഷ്ട്രവും എല്ലാം ഉള്ളടങ്ങിയ സമ്പൂർണ്ണ വ്യവസ്ഥയാണ്. അതിന് ഇസ്ലാമിനെ അതിന്റെ ഏറ്റക്കുറച്ചിലില്ലാതെ, അതുപോലെ തന്നെ അതിൽ വിട്ടുവീഴ്ചയില്ലാതെ, കോംപ്രമൈസ് ഇല്ലാതെ ഇസ്ലാമിനെ സന്തുലിതവും സമഗ്രവുമായി പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. ജമാഅത്തെ ഇസ്ലാമി അതിനെ പ്രതിനിധീകരിക്കുമ്പോൾ അത് മതരാഷ്ട്രവാദമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ പറയുന്ന മതരാഷ്ട്രവാദം എന്താണെന്ന് വ്യക്തമായി പറയുക. ഏതു മതരാഷ്ട്രവാദത്തെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? യൂറോപ്പിൽ നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ പൗരോഹിത്യത്തിന് ആധിപത്യമുള്ള ഒരു മതരാഷ്ട്രവാദമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇസ്ലാമിനോ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മതരാഷ്ട്രവാദമാണ് എന്നല്ല. ജമാഅത്തിന്റെ സാഹിത്യങ്ങളിലോ അടിസ്ഥാനങ്ങളിലോ ഒരിക്കലും ഈ മതരാഷ്ട്രവാദം എന്ന പദപ്രയോഗം പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. മദീനയിൽ പ്രവാചകൻ മുഹമ്മദ് സ്ഥാപിച്ച ഒരു ജയമരാഷ്ട്രത്തെക്കുറിച്ചും ഒരു ഇസ്ലാമിക വ്യവസ്ഥയെക്കുറിച്ചുമാണ് നിങ്ങൾ മതരാഷ്ട്രവാദം എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് പ്രവാചകൻ മുഹമ്മദ് ഒരു മതരാഷ്ട്രവാദിയാണ് എന്നാൽ അത് നേർക്കുനേരെ പറയാതെ ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി ഇസ്ലാമിന്റെ തന്നെ അടിസ്ഥാനങ്ങൾക്കെതിരെ അമ്പയുന്ന കാപ്പട്യം മറനീക്കി പുറത്തു വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ അതൊരു കാപ്പട്യമാണ്. പുകമറകൾ സൃഷ്ടിക്കാതെ നേർക്കുനേരെ ഇസ്ലാമിനെതിരെ നിങ്ങൾക്ക് വിമർശിക്കാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കരളിന്റെ കഷ്ണമായി ലോകത്തെ മുസ്ലിം സമൂഹം സ്നേഹിച്ചിരുന്ന പ്രവാചകനെ പോലും വിമർശിക്കുന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. വിമർശിച്ച അനേകം ചരിത്രങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ പോലുമുണ്ട്. അതുകൊണ്ട് വിമർശനത്തെ ഒരു കാലഘട്ടത്തിലും ഭയന്നിട്ടില്ല. പോരാട്ടങ്ങളുടെ കുത്തലിക്കുകളെ പോലും തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ള പ്രവാഹത്തെ തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ള ശക്തി ഇസ്ലാമിന്റെ ആദർശത്തിനുണ്ട്. അതുകൊണ്ട് അനേകമായിരം ആളുകൾ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തിയ സന്ദർഭത്തിൽ പോലും അതിനെ അതിജയിച്ച ചരിത്രം നമുക്കറിയാവുന്നതാണ്. താർത്താരികൾ ബഗ്ദാദിനെ തച്ചു തകർത്ത ചരിത്രം നമുക്കറിയാം. ബഗ്ദാദ് എന്ന് പറയുന്ന നഗരത്തിൽ അടിച്ചു വാരുന്ന ഒരാൾക്ക് 3000 സ്വർണ്ണ ദീനാർ സാലറിയായി കൊടുത്തിരുന്ന, ശമ്പളമായി കൊടുത്തിരുന്ന ദേശമാണ് ബഗ്ദാദ് എന്ന് പറയുന്നത്. താർത്താരികളുടെ ആഗമനത്തിന് ശേഷം അവിടെ എന്ത് അവസ്ഥ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവിടുത്തെ പണ്ഡിതന്മാരോട് ബഗ്ദാദിലെ ജനങ്ങൾ ചോദിച്ച ഫത്വകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവുന്നതാണ്. ആ ഫത്വയിൽ ഇങ്ങനെയുണ്ട്: ഞങ്ങളുടെ സഹോദരന്റെ മയ്യത്ത് ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞങ്ങളുടെ ഉമ്മയുടെ മയ്യത്ത് ഞങ്ങളുടെ വീട്ടിലുണ്ട്, ഞങ്ങളുടെ ഉപ്പയുടെ ശവശരീരം ഞങ്ങളുടെ വീട്ടിലുണ്ട്. അത് തിന്നാൻ ഇസ്ലാമിൽ എന്തെങ്കിലും ഇളവുണ്ടോ എന്ന് ചോദിക്കുമെന്ന പട്ടിണിയുടെ ആഴത്തിലേക്ക് തള്ളിയ ബഗ്ദാദ്, സുഭിക്ഷതയുടെ നഗരമായ ബഗ്ദാദിന്റെ പട്ടിണിയുടെ പ്രേതാലയമാക്കി മാറ്റിയതിൽ നിന്ന് കുതിച്ചുയർന്നു വന്ന ബഗ്ദാദിനെ തങ്ങി നിർത്തിയ ഒരു പ്രത്യയശാസ്ത്രത്തെ കുറിച്ചും ലോക ചരിത്രത്തിൽ സത്യസന്ധമായി നമ്മൾ വായിക്കേണ്ടതാണ്. യൂറോപ്പ് എന്ന് പറയുന്ന ലിബറലിസത്തിന്റെയും അതുപോലെ തന്നെ എല്ലാ പരിഷ്കൃതത്തിന്റെയും ഈറ്റില്ലമായ തൊട്ടിലായി ഇന്നും നമ്മൾ വാഴ്ത്തുന്ന യൂറോപ്പ് എങ്ങനെ യൂറോപ്പായി എന്ന ചരിത്രം നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. പല്ലു തേക്കാൻ യൂറോപ്പിനെ പഠിപ്പിച്ചത് മധ്യകാല നൂറ്റാണ്ടിൽ പ്രാകൃത ശരീഅത്തിന്റെ അനുയായികളെന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, കോഫി കുടിക്കാമെന്ന് യൂറോപ്പിനെ പഠിപ്പിച്ചതാരാണ്? ഖലീഫ അബ്ദുൽ മലിക്കിന്റെ പേഴ്സണൽ ലൈബ്രറിയിൽ 2 ലക്ഷം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നപ്പോ യൂറോപ്പിന്റെ ഭൂഖണ്ഡത്തിൽ മാത്രം 2000 പുസ്തകങ്ങൾ തികച്ചുണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. വിജ്ഞാനത്തിന്റെയും നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും രാഷ്ട്രീയ ക്രമത്തിന്റെയും വ്യക്തതയുള്ള ഉത്തരം ലോകത്തിന് സമ്മാനിച്ച ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് നിങ്ങളുടെ മുന്നിൽ വിവക്തയെ വെക്കുകയാണ്. അതിൽ കലവറയില്ല, നിഗൂഢതയില്ല. അതിൽ നിങ്ങൾക്ക് ആലോചിക്കുന്നത് പോലെ ഒരു തരത്തിലുള്ള ഭീകര
ഭീകരവാദവും തീവ്രവാദവും ഇല്ല. മനുഷ്യ കബന്ധങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഗോത്രമഹിമ സംരക്ഷിക്കാൻ വേണ്ടി മത്സരിച്ചിരുന്ന ഒരു സന്ദർഭത്തിൽ കുരുവിയുടെ ജീവനെ കുറിച്ച് സംസാരിച്ച ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മരത്തിനും ജീവനുണ്ടെന്ന് പഠിപ്പിച്ച ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്ത് മുഴുവൻ കാരുണ്യമായിട്ടാണ്. കാരുണ്യത്തിന്റെ ബഹുമുഖത്തുള്ള ദർശനങ്ങളെ ഇത്രമേൽ വിസ്തരിച്ച് പഠിപ്പിച്ച, മനുഷ്യ ജീവൻ ഇത്ര ആഴത്തിൽ വിലയുണ്ടെന്ന് പഠിപ്പിച്ച ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമിന് ഏറ്റക്കുറച്ചിലില്ലാതെ ഈ രാജ്യത്ത് പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന്റെ ആശയതലങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, സമയപരിമിതി മൂലം. പ്രിയപ്പെട്ടവരെ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം അത് കേവലമായ ഒരു ആശയ പ്രസ്ഥാനം മാത്രമല്ല. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് കലാപങ്ങളും വംശഹത്യകളും നടന്ന ദേശങ്ങളിൽ സ്ട്രീറ്റുകളിൽ കടന്നു ചെന്നുകൊണ്ട് ആയിരക്കണക്കിന് സൗഹൃദ വേദികൾ ഈ രാജ്യത്ത് സമ്മാനിച്ച പ്രസ്ഥാനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പേര്. നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ്. ആയിരക്കണക്കിന് സൗഹൃദ വേദികൾ ഈ രാജ്യത്ത് സമ്മാനിക്കാൻ, പരസ്പരം കലഹിക്കുന്നവരെ മുഖാമുഖം ഇരുത്തി സൗഹൃദത്തിന്റെ സംഭാഷണങ്ങൾ ആരംഭിക്കാൻ നെഞ്ചുറപ്പ് കാട്ടിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. കോഴിക്കോട് പരിസരത്ത് നിന്ന് നിങ്ങൾക്കത് വിശദീകരിക്കാതെ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. കലാപകലുഷിതമായ ഭൂമിയിലേക്ക് ആരും ചെല്ലാൻ മടിച്ചപ്പോ, ചെന്നവരെ മുഴുവൻ തടഞ്ഞു നിർത്തിയപ്പോ നെഞ്ചു വിരിച്ച് ചെല്ലാൻ കഴിഞ്ഞ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ രാജ്യത്തിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് മഹിതമായ ഒരു മാതൃക ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിന് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഉത്തരേന്ത്യന്റെ ഫുട്പാത്തുകളിൽ -6ഉം 7ഉം ഡിഗ്രി തണുപ്പ് കാരണം ഹൃദയം ഫ്രീസായി പോകുന്ന മനുഷ്യർ, അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണ് ജമാഅത്തെ ഇസ്ലാമി? അവർക്കുമുണ്ട്, ഉത്തരേന്ത്യയുടെ ഫുട്പാത്തിൽ വിശ്രമിക്കുന്ന അവർക്കുമുണ്ട് ഒരു ഉത്തരം. അവർ നിങ്ങളോട് പറയും, തണുപ്പ് കൊണ്ട് ഇങ്ങനെ വിറച്ച് ഹൃദയം പോലും ഐസായി പോകുമോ എന്ന് ഭയന്ന് ജീവിച്ച ഘട്ടത്തിൽ ഞങ്ങളെങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു കമ്പിളിപ്പുതപ്പ് ഞങ്ങളുടെ മേൽ വിരിച്ച മാലാഖമാരെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന മനുഷ്യർ നമ്മോട് പറയും. അതുപോലെ തന്നെ റിക്ഷ വലിക്കാനും അത് റിക്ഷ വലിച്ച് ചുമച്ച് രക്തം തുപ്പി ജീവിതത്തിന് കിനാവ് നഷ്ടപ്പെട്ട സമൂഹങ്ങൾ, ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ ഒരിക്കലും ജീവിതത്തിൽ സ്വപ്നം കാണാൻ അറച്ചുപോയ സമൂഹങ്ങൾ, അവരുടെ മുന്നിൽ ജീവിതത്തിന്റെ വർണ്ണം വിതറിയ കിനാബ് സമ്മാനിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ആരോപണങ്ങളും അതുപോലെ തന്നെ ഭീകരവാദ ആരോപണങ്ങളും മറ്റ് ആരോപണങ്ങളും നിരന്തരം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനത്തെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അതിന്റെ ആശയത്തെയും അതിന്റെ ആദർശത്തെയും ഇങ്ങനെ ഭീകരവൽക്കരിച്ചും ഭീതിപ്പെടുത്തിയും നിങ്ങൾ സൃഷ്ടിക്കുന്ന പുകമറകളെ വകഞ്ഞു മാറ്റി 1000 കൈകളെ കൊണ്ട് മറച്ചാലും സൂര്യപ്രകാശം ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്തതുപോലെ ഈ ദീൻ എന്തായാലും അതിന്റെ പ്രകാശമെത്തും. കുടിലുകളും കൊട്ടാരങ്ങളും ഭേദമന്യേ, അതുപോലെ രാത്രിയും പകലും എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലെല്ലാം ഈ സൂര്യപ്രകാശമെത്തും. സൂര്യപ്രകാശമെത്തുന്നത് പോലെ ഇസ്ലാമിന്റെ പ്രകാശമെത്തും. ആര് തടഞ്ഞു നിർത്തിയാലും, ആര് വകഞ്ഞു മാറ്റിയാലും, ആര് പുകമറകളും ആരോപണങ്ങളുടെ കാർമേഘങ്ങൾ വിതച്ചാലും ശരി, അത് നിങ്ങളെ കത്തിജ്വലിച്ചു നിൽക്കും. ചരിത്രം അതാണ്. താർത്താരികളുടെ ഹുങ്കിന്റെ മീതെ കടന്നു വന്ന ഒരു ചരിത്രം അതിനുണ്ട്. അതുപോലെ തന്നെ വംശീയതയുടെ ഖമാലികർ നൃത്തമാടിയ ചരിത്രത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ അത് കുതിച്ചുയർന്ന ചരിത്രമുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കഴിഞ്ഞ ആഴ്ചകളിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ലയിക്കാൻ വേണ്ടി, അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഉക്രൈൻ എന്ന് പറയുന്ന പ്രദേശത്ത്, അവിടുത്തെ ഉക്രൈൻ എന്ന് പറയുന്ന പാർലമെന്റ് ഒരു നിയമം പാസാക്കുകയാണ്. സോവിയറ്റ്, അതായത് പഴയ റഷ്യയുടെ ആധിപത്യം അംഗീകരിച്ച് ജീവിക്കണമെന്ന പ്രമേയം. അതിനെ എതിർത്തവരാരാണ്? പണ്ട് ബഗ്ദാദിന്റെ മേൽ ശവക്കൂമ്പാരങ്ങൾ സൃഷ്ടിച്ച തർത്താരികളുടെ പിൻഗാമികളാണ്. ഇന്നത് വേണ്ട. ഇസ്ലാമിന്റെ അസ്തിത്വം പിടിച്ചുകൊണ്ട് നിലനിൽക്കണമെങ്കിൽ നമുക്കതൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് സ്വതന്ത്രത്തോടു കൂടി നിലനിൽക്കണമെന്ന് പറയാൻ ആ പിന്മുറക്കാർക്ക് സാധിച്ച ഒരു ചരിത്രത്തിന്റെ ഇടനീളമുള്ള ചരിത്രത്തിന്റെ തുടർച്ചയാണ് നമ്മൾ പഠിക്കേണ്ടത്. വിമോചന പോരാട്ടങ്ങളിൽ എന്നും മുൻപന്തിയിലുള്ളത് ഇസ്ലാമിന്റെ ആദർശവും ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രവുമായിരുന്നുവെന്ന് നമുക്കറിയാവുന്നതാണ്. മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടം മുതൽ അൾജീരിയയിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലും ഈജിപ്തിലും അലയടിച്ച അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളെല്ലാം തന്നെ മനുഷ്യന്റെ വിമോചനത്തെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ ലോകത്തെ
മനുഷ്യ മനസ്സുകളിൽ ഊട്ടിയുറപ്പിച്ചതാണ്. അതുകൊണ്ട് ചരിത്രത്തിനെ കലവറയില്ലാതെ സമർത്ഥിച്ചാൽ, കലവറയില്ലാതെ നിങ്ങൾ സമീപിച്ചാൽ സത്യസന്ധമായ ഏടുകൾ നമുക്ക് തുറന്നു കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായി ഈ ചരിത്രത്തെ പഠിക്കാനും അന്വേഷിക്കുവാനും ശ്രമിക്കുക. പുകമറകളില്ലാതെ നേർക്കുനേരെ ഇസ്ലാമിക ആശയങ്ങളെ സമീപിക്കുവാനും സംവാദ വിധേയമാക്കുവാനും നിങ്ങൾ ശ്രമിക്കുക. എത്ര ശക്തമായ വിമർശനങ്ങളും നിങ്ങൾക്ക് ഉന്നയിക്കാം. പക്ഷെ ഒരാവർത്തി നിങ്ങൾ വായിച്ചു നോക്കുക, ഒരാവർത്തി നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. പറ്റുമെങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾ നിൽക്കാൻ ശ്രമിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും നിങ്ങൾക്ക് വിമർശിക്കാം. ജമാഅത്തെ ഇസ്ലാമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമർശനങ്ങളുടെ പെരുമഴകളെ അതിജീവിച്ചു വന്ന ഒരു പ്രസ്ഥാനമാണ്. വിമർശനങ്ങളെ എല്ലാ കാലത്തും അതിജീവിച്ച ചരിത്രം അതിനുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ ആക്രമിക്കുന്നത് ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടിയാണ്, ഇസ്ലാമിന്റെ സൗന്ദര്യത്തിന്റെ മേൽ ഭീതി പടർത്താൻ വേണ്ടിയാണ്, ഇസ്ലാമിക സന്തുലിതത്തിന്റെ മേൽ ഭീകരത പടർത്താനാണ് എങ്കിൽ ഇസ്ലാമിനെ ആദ്യമായി പ്രതിരോധിക്കേണ്ട ബാധ്യത ഏറ്റക്കുറച്ചിലില്ലാതെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘത്തിനുണ്ടെന്ന ബോധ്യത്തിൽ നിന്നാണ് ഇസ്ലാമിന്റെ ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന് പറയുന്ന പ്രമേയവുമായി ജമാഅത്തെ ഇസ്ലാമി എല്ലാവരോടും കലവറയില്ലാതെ സത്യസന്ധമായി കാപ്പട്യമില്ലാതെ പുകമറകൾക്കകത്തു നിൽക്കാതെ സത്യസന്ധമായ സംവാദങ്ങൾക്കുള്ള വേദികൾ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിനെതിരെ പെരുമഴകൾ വർഷിച്ച പേമാരി വർഷിച്ച കാലഘട്ടങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിന്ന് പ്രതിരോധിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ദൗത്യം ചരിത്രത്തിന്റെ തുടർച്ച എന്നതുപോലെ, ചരിത്രത്തിന്റെ ദൗത്യ നിർവഹണം എന്നപോലെ ഇന്നും ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് കലവറയില്ലാതെ ഈ സംവാദത്തോട്, ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തോട് ഏതൊക്കെ തലത്തിൽ സൈദ്ധാന്തികമായോ ആശയപരമോ പ്രായോഗികപരമായ വിമർശനങ്ങൾ നിങ്ങൾ ഉന്നയിക്കുക, പക്ഷേ സത്യസന്ധമാവുക. അതുപോലെ തന്നെ സാമുദായിക ധ്രുവീകരണത്തിന് ഇസ്ലാമിനെ ഹേതുവാക്കാതിരിക്കുക, ജമാഅത്തെ ഇസ്ലാമി ഒരു നാട്ടക്കുറിയാക്കാതിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി എല്ലാ കാലഘട്ടത്തിലും സാമുദായിക ധ്രുവീകരണം ഈ രാജ്യത്ത് ശക്തിപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം അരുതെന്ന് പറഞ്ഞ് കൈക്ക് പിടിക്കാൻ മുന്നും പിന്നും നോക്കാതെ സൗഹൃദത്തിന്റെയും സമവായത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഗുണപാഠങ്ങൾ രാജ്യത്ത് ജീവിതം കൊണ്ട് പകർന്നാടിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തി ധ്രുവീകരണ പ്രക്രിയ കാക്കം കൂട്ടുന്നവർ അല്പം കഴിഞ്ഞാൽ വിരല് കടിക്കേണ്ട ഒരവസ്ഥ വരും. ബംഗാളിലെ പോലെ, ത്രിപുരയിലെ പോലെ സ്വന്തം തട്ടകങ്ങൾ ഒലിച്ചുപോയി സ്വന്തം പാർട്ടി ബോർഡുകളിൽ പോലും ഫാസിസത്തിന്റെ കൊടിയടയാളങ്ങൾ വിരിയാൻ 24 മണിക്കൂർ തികച്ചു വേണ്ടാത്ത ചരിത്രം ബംഗാളും ത്രിപുരയും നമുക്ക് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാലിനടിയിലുള്ള മണ്ണാണ് ഒലിച്ചു പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാലിന്റെ അടിയിലുള്ള മണ്ണിങ്ങനെ തടിച്ചുകൂടി അത് ശക്തിപ്പെട്ട് കലം വെച്ച് അതുപോലെ തന്നെ അതിന്റെ ആദർശത്തെ പ്രതിരോധിക്കുവാനും അതിന്റെ ആദർശത്തെ സമർപ്പിക്കുവാനും ശക്തി പ്രാപിക്കുക മാത്രമാണ് വിമർശന കുമ്പാരങ്ങളുടെ നടുത്തളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ 7.5 പതിറ്റാണ്ടിലെ ചരിത്രത്തിന് സാധിച്ചിട്ടുള്ളൂ എന്ന് വിനയപുരിസരം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.